മോളിയും രാക്ഷസനും. ഒരിടത്തൊരു കൃഷിക്കാരൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം താമസിച്ചിരുന്നു. അയാൾ വളരെ ദരിദ്രനായതിനാൽ കുടുംബത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരുന്നു. ഒരു രാത്രിയിൽ, നല്ലതെന്തെങ്കിലും ഭക്ഷണം മിച്ചമുണ്ടോ രാവിലേക്ക്? ഇല്ല, പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ കുറച്ച് മത്തങ്ങയുടെ കഷ്ണങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഞാൻ പാകം ചെയ്തോളാം. നമ്മൾക്ക് വളർന്നു വരുന്ന ഒരു മകളുണ്ട്. അവൾക്ക് പോഷകാഹാരം വേണം. നമ്മൾ ഈ നിലയിൽ തുടർന്നാൽ നമ്മുടെ മകൾ പട്ടിണിയാകും. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കുറച്ചുകൂടി പണം സമ്പാദിക്കണം. അവരുടെ സംഭാഷണം മകളായ മോളി കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ അച്ഛനെ സഹായിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. അതിനായി അവൾ കാട്ടിൽ പോയി ബെറികൾ ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുവാനും മിച്ചമുള്ളത് ആഹാരത്തിനായി ഉപയോഗിക്കുവാനും തീരുമാനിച്ചു. അങ്ങനെ അച്ഛനമ്മമാർ നല്ല ഉറക്കത്തിലായപ്പോൾ അവൾ പതുക്കെ പുറത്തേക്കിറങ്ങി കാട്ടിലേക്ക് നടന്നു. പിറ്റേ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് വരെ അവൾ ആ കാട്ടിലൂടെ അലഞ്ഞു നടന്നു. പലതരത്തിലുള്ള പഴങ്ങളും മനോഹരമായ ബെറികളും കൊണ്ട് നിറഞ്ഞ ഒരു പൂന്തോട്ടം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഹായ്, എത്ര മനോഹരമായ പൂന്തോട്ടം! ഇവിടെ നിന്നും എനിക്ക് ഒരുപാട് പഴങ്ങൾ ലഭിക്കും. അവ വിറ്റിട്ട് എനിക്ക് ധാരാളം പണം സമ്പാദിക്കണം. പക്ഷേ പൂന്തോട്ടത്തിനടുത്ത് ഒരു വലിയ കോട്ട ഉള്ളതായി അവൾ കണ്ടു. സാധാരണ വീടുകളേക്കാൾ വലിപ്പം കൂടുതലുള്ളതായിരുന്നു ആ വീടിന്. ഹോ, എന്തൊരു വലുതാണ്! ആ വീട് കണ്ടിട്ട് ഒരു രാക്ഷസക്കോട്ട പോലെ ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് പഴങ്ങൾ കിട്ടിയേ പറ്റൂ. മോളി കോട്ടയിലേക്ക് നടന്നു. വാതിലിൽ ആഞ്ഞുമുട്ടി. രാക്ഷസന്റെ ഭാര്യ കതകു തുറന്നു. ആരാണത്? ഞാൻ ഇവിടെയാണ് മാം. ഓ, രാക്ഷസന്റെ ഭാര്യ അലിവുള്ളവളായിരുന്നു. അവൾ മോളിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ കഥകൾ കേട്ടു. നിനക്ക് ആവശ്യമുള്ളത്രയും പഴങ്ങൾ ഇവിടുന്ന് പറിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ പോവുകയും വേണം. നന്ദിയുണ്ട് മാം. അമ്മേ, ഇവളെ കണ്ടിട്ട് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തൂടെ? നിന്റെ അച്ഛൻ തിരികെ എത്തിയാലോ? നിനക്കറിയില്ലേ അദ്ദേഹത്തിന് മനുഷ്യരെ ഇഷ്ടമല്ലെന്ന്? പക്ഷെ അമ്മേ, അവൾക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. എന്റെ അത്ര പ്രായമല്ലേ അവൾക്കുമുള്ളൂ. ശരി, വേഗം തന്നെ ഇത് കഴിക്കണം. എന്റെ ഭർത്താവിനാണെങ്കിൽ മനുഷ്യരെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. മോളി വളരെ സന്തോഷത്തോടെ ആഹാരമെടുത്തു. അത് കഴിക്കാൻ തുടങ്ങുകയും ആ രാക്ഷസൻ വീട്ടിനുള്ളിലേക്ക് കടന്നു വന്നു. എനിക്കിവിടെ ഒരു മനുഷ്യന്റെ മണമടിക്കുന്നുണ്ട്. അവൾക്ക് നമ്മുടെ മകളുടെ പ്രായമേ ഉള്ളൂ. അവളെ പോകാൻ അനുവദിക്കണം. ശരിയാണ് അച്ഛാ, അവളെ വിട്ടേക്കൂ. രാക്ഷസൻ പെട്ടെന്ന് തന്നെ ഒരു കുതന്ത്രമോർത്തു. എന്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞാൽ പിന്നെ എന്താ? ദയവായി നീ ഇവിടെ സുരക്ഷിതയായിരിക്കൂ. ഇനി ഇത്ര വൈകിയതിനാൽ രാത്രി ഇവിടെ കഴിഞ്ഞുകൂടൂ. രാവിലെ വീട്ടിലേക്ക് പോകാം. ഈ കാട് വളരെ അപകടം പിടിച്ചതാണ്. അവൾ നിന്റെ മുറിയിൽ കിടന്നുറങ്ങട്ടെ. എന്താ നിന്റെ അഭിപ്രായം? അതേ അച്ഛാ, വളരെ നന്ദിയുണ്ട്. ഇതാ നിനക്കൊരു ചെറിയ സമ്മാനം. എന്റെ മകൾക്ക് ഇത് തന്നെ സ്വർണത്തിൽ ഒരെണ്ണമുണ്ട്. എന്നാൽ ഇപ്പോൾ എന്റെ കയ്യിൽ അത്രമൊരെണ്ണം ഇല്ല. നീ ഇത് ഇപ്പോൾ അണിഞ്ഞോളൂ. രാക്ഷസന്റെ ഭാര്യയ്ക്കും മകൾക്കും വളരെ സന്തോഷമായി. എന്നാൽ മോളിയാകട്ടെ രാക്ഷസന്റെ പെട്ടെന്നുള്ള ഈ മാറ്റം വിശ്വസിച്ചില്ല. അങ്ങനെ രാക്ഷസന്റെ മകൾ ഉറക്കമായപ്പോൾ മോളി എഴുന്നേറ്റു. കുറച്ച് വലിയ തലയണകൾ പുതപ്പിനു കീഴിൽ വെച്ചു. എന്നിട്ട് രാക്ഷസന്റെ മകളുടെ സ്വർണ്ണ നെക്ലേസ് എടുത്ത് തലവണയ്ക്ക് മുകളിലായി വെക്കുകയും തന്റെ പൂക്കൾ കൊണ്ടുള്ള നെക്ലേസ് മകളുടെ ദേഹത്ത് വെക്കുകയും ചെയ്തു. വൈകാതെ രാക്ഷസൻ അവിടേക്ക് വന്നു. ഏതാണ് അതിൽ തന്റെ മകളെന്നും മോളിയെന്നും കണ്ടെത്താൻ അവന് സാധിച്ചില്ല. അയാൾ ചുറ്റുമുള്ള ഗന്ധം പിടിച്ചും പൂക്കൾ കൊണ്ടുള്ള നെക്ലേസ് കണ്ടും തന്റെ മകളെ മോളിയെന്ന് തെറ്റിദ്ധരിച്ചു. അടുത്തേക്ക് ചെന്ന് അവളെ ക്രൂരമായി അടിക്കുകയും കുലുക്കുകയും ചെയ്തു. അയാളുടെ മകൾ ഉണർന്നു. അച്ഛാ! എന്ത്? ഇത് നീ ആയിരുന്നോ? നീ നിന്റെ നെക്ലസ് മാറിയോ?
അച്ഛാ, നിങ്ങൾ കള്ളത്തരം കാണിച്ചു. ഞാൻ കരുതിയത് നിങ്ങൾ ഇവളോട് നല്ല രീതിയിൽ പെരുമാറുമെന്നാണ്. എന്തൊരു ദുഷ്ടനാണ് നിങ്ങൾ. ഇല്ല ഇല്ല, എന്റെ മകളെ. രാക്ഷസൻ മകളെ സമാധാനിപ്പിക്കുന്നതിനിടയിൽ അയാൾ മോളിയെ രൂക്ഷമായി നോക്കി. അവൾ കാട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അവൾ വേഗം ഓടി. രാത്രി മുഴുവനും ഓടുകയായിരുന്നു. ഒടുവിൽ അവൾ തകർന്നുപോയ ഒരു തൂക്കുപാലത്തിന്റെ അടുക്കലെത്തി. ഒരു മരത്തിൽ കെട്ടിയിരിക്കുന്ന കയറും ഒപ്പം ഒരു പലകയും അവൾ കണ്ടു. മോളി ബുദ്ധിയും ചുറുചുറുക്കുമുള്ളവളായിരുന്നു. അവൾ ആ കയറെടുത്ത് പിടിച്ച് അതിൽ തൂങ്ങിയാടി അക്കരെ ചെന്നു. അവിടെ ഒരു രാജ്യമുള്ളതായി അവൾ കണ്ടു. കുറച്ചാളുകളോട് സംസാരിച്ചതിലൂടെ ആ രാജ്യത്തെ ആളുകളെ രാക്ഷസൻ ദ്രോഹിച്ചിരുന്നു എന്നും മോളിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ രാക്ഷസൻ വരാതിരിക്കാനായി അവരെല്ലാം ചേർന്ന് ആ പാലം നശിപ്പിച്ചു. ഒരിക്കലും അവൻ കയറിൽ തൂങ്ങിയാടി വരികയില്ല എന്ന അറിവോടെ അവിടുത്തെ രാജാവിനെ കാണാനായി മോളി താല്പര്യം അറിയിച്ചു. ഓ, നീ ആ രാക്ഷസനെ പറ്റിച്ചോ? അതേ രാജാവേ, പക്ഷേ എനിക്കിപ്പോൾ വീട്ടിലേക്ക് തിരികെ പോകണം. ആ രാക്ഷസനെ എന്നേക്കുമായി നമ്മൾ ഓടിക്കണമെങ്കിൽ അവന്റെ എല്ലാ ശക്തികളും ഇരിക്കുന്ന ആ വാൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കണം. അല്ലാതെ അവനിൽ നിന്നും രക്ഷപ്പെട്ട് നിനക്ക് നിന്റെ കുടുംബത്തിന്റെ അരികിൽ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മകളെ. രാജാവേ, അതിനായി എന്നെ അനുവദിക്കണം. തീർച്ചയായും. അച്ഛനമ്മമാർക്ക് അടുത്തേക്ക് പോകാനായി ഞാൻ എന്ത് ചെയ്യും? ഒരു തവണ ഞാൻ അവനെ നന്നാക്കി, അത് ഞാൻ വീണ്ടും ചെയ്യും. ഞാൻ നിനക്ക് വാക്ക് തരുന്നു, ആ വാൾ കൊണ്ടുവരാൻ സാധിച്ചാൽ നിനക്കും നിന്റെ മാതാപിതാക്കൾക്കും വിശപ്പ് പിന്നീട് അറിയപ്പെടേണ്ടി വരില്ല. വളരെ നന്ദി മഹാരാജൻ. രാക്ഷസന്റെ പോലെ ഒരു കൃത്രിമ വാൾ എനിക്കൊരെണ്ണം ഉണ്ടാക്കി തരണം. അങ്ങനെ മോളി പുറപ്പെട്ടു. അവൾ സൂര്യാസ്തമയം വരെ കാത്തുനിന്നു. രാക്ഷസ കോട്ടയിലെ വിളക്കുകൾ അണഞ്ഞപ്പോൾ അവൾ രാക്ഷസൻ ഉറങ്ങിക്കിടന്ന മുറിയിലേക്ക് കയറി. അവൾ വളരെ സൂക്ഷിച്ച് അവന്റെ കിടക്കയ്ക്ക് മുകളിൽ വെച്ചിരുന്ന വാൾ ഊരിമാറ്റി. എന്നിട്ടവിടെ കൃത്രിമ വാൾ തിരികെ വെച്ചു. എന്നിട്ടവൾ ജനലിലൂടെ പുറത്ത് കാത്തുനിന്നിരുന്ന രാജഭടന്മാരുടെ അടുത്തേക്ക് ആ വാൾ ഇട്ടുകൊടുത്തു. വാൾ നിലത്ത് വീണ ഒച്ച കേട്ട് രാക്ഷസൻ ഉണർന്നു. അയാൾ മോളിയെ പിടികൂടി. നീ എന്താ വിചാരിച്ചത്? എന്നെ നന്നാക്കാമെന്നോ? എത്ര ധൈര്യമുണ്ട് നിനക്ക്? ശരിയാണ്, ഞാൻ നിങ്ങളെ ഒരു തവണ മെച്ചപ്പെടുത്തി ഇല്ലേ? ഇത്തവണ ഉണ്ടാകില്ല. ഞാൻ നിന്നെ ശിക്ഷിച്ചിരിക്കും. അതെങ്ങനെ? എങ്ങനെ ശിക്ഷിക്കണം എന്ന് പോലും നിങ്ങൾക്കറിയില്ല. ഓ, അങ്ങനെയാണോ? നിന്റെ വിചാരം നീ വളരെ ബുദ്ധിമതിയാണെന്നാണോ? എങ്കിൽ പറയൂ, എന്റെ സ്ഥാനത്ത് നീയായിരുന്നുവെങ്കിൽ എന്നെ നീ എങ്ങനെ ശിക്ഷിച്ചേനെ? ഞാൻ നിങ്ങളെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി സൂചിയും നൂലും പട്ടിയും പൂച്ചയും ഒരു ജോഡി കത്രിക്കയും ഒക്കെ ഉള്ള ഒരു വലിയ ചാക്കിനുള്ളിൽ കൊണ്ടിട്ടേനെ. എന്നിട്ട് അതെടുത്ത് ഒരു ആണിയിൽ തൂക്കിയിട്ട് കാട്ടിൽ പോയി ഒരു കട്ടിയുള്ള വടിയെടുത്ത് കൊണ്ടുവരും. എന്നിട്ട് ആ ചാക്ക് വടിയിൽ കെട്ടി കാട്ടിൽ വഴിയിലൂടെ വലിച്ചുകൊണ്ട് നടക്കും. അത് എത്രമാത്രം വേദനിപ്പിക്കും? നല്ല ശിക്ഷയല്ലേ അത്? അത് കൊള്ളാം. എന്നാൽ ഇനി ചെല്ല്. രാക്ഷസൻ അങ്ങനെയുള്ള ഒരു ചാക്ക് ആണിയിൽ തൂക്കിയിട്ടു. എന്നിട്ട് വടിയൊടിക്കാനായി കാട്ടിലേക്ക് പോയി. പട്ടിയും പൂച്ചയും മോളിയും ചാക്കിൽ കിടന്ന് ഒച്ചയിട്ടു. ചാക്ക് വല്ലാതെ കിടന്നാടുകയും അടുക്കളയിലെ പാത്രങ്ങളും മറ്റും താഴെ വീഴുകയും ചെയ്തു. ബഹളം കേട്ട് രാക്ഷസന്റെ ഭാര്യ ഉണർന്നു. അവൾ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ തൂങ്ങിക്കിടക്കുന്ന ചാക്ക് കണ്ടു. ആരാണിത്? നിങ്ങളുടെ ഭർത്താവാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങൾ കാണുന്ന മാജിക്ക് നിങ്ങൾക്ക് മാത്രമേ കാണാൻ കഴിയൂ. പക്ഷേ നിങ്ങളുടെ ഭർത്താവ് അത് കാണാൻ ആഗ്രഹിച്ചില്ല. എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക? പറയൂ, എന്തു മാജിക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഞാൻ അപേക്ഷിക്കാണ്, ദയവായി പറയൂ. അതിനു വേണ്ടി നിങ്ങൾ ആദ്യം ഇവിടേക്ക് വരണം. തീർച്ചയായും ഞാൻ വരാം. രാക്ഷസന്റെ ഭാര്യ വളരെ ആകാംക്ഷയിലായിരുന്നു. അകത്തുള്ള ആ ജീവി കാണുന്ന മാജിക്കുകൾ കാണാൻ വേണ്ടി അവൾ എന്തും ചെയ്യുമായിരുന്നു. മോളി അവിടെ ഉണ്ടായിരുന്ന കത്രിക എടുത്ത് ആ ചാക്ക് മുറിച്ചു. അങ്ങനെ രാക്ഷസന്റെ ഭാര്യ ഉള്ളിൽ കടന്നു. മോളി പെട്ടെന്ന് സൂചിയും നൂലും എടുത്ത് ഒരു ചെറിയ ഹോൾ മാത്രം നിർത്തി ബാക്കി മുഴുവനും തയ്ച്ചു. ഒരു ചെറിയ ഹോൾ ഒഴികെ.
മാം, നിങ്ങൾ ഒരിക്കൽ കൂടി എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഭർത്താവിന് അതില്ല. അയാൾക്ക് മനുഷ്യരെ ഉപദ്രവിക്കാനാണ് ഇഷ്ടം. അയാൾ എന്നോട് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ തന്നെ നോക്കൂ. മോളി അവിടെ നിന്നും ദൂരേക്ക് ഓടി. രാക്ഷസൻ വീട്ടിലേക്ക് വന്നു. അയാൾ ചാക്കെടുത്ത് കൊണ്ടുവന്ന വടിയിൽ കെട്ടി അത് വലിക്കാൻ ശ്രമിച്ചു. ചാക്കിലുള്ള ഹോളിലൂടെ അയാളുടെ ഭാര്യ അതെല്ലാം കണ്ടു. നീ ഒരു മനുഷ്യൻ, എന്നിൽ നിന്നും നല്ലതായിട്ട് എന്ത് കിട്ടുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മനുഷ്യരെ ഞാൻ വെറുക്കുന്നു. എന്റെ ഭാര്യ ഉണരും മുമ്പേ നിന്നെ ഞാൻ ദൂരേക്ക് കൊണ്ടുപോയി നിന്നെ വേദനിപ്പിക്കും. രാക്ഷസന്റെ ഭാര്യ കത്രിക ഉപയോഗിച്ച് ചാക്ക് മുറിച്ച് പുറത്തു വന്നു നേരെ നിന്നു. ചാക്ക് വലിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തോ പ്രശ്നമുള്ളതായി രാക്ഷസന് തോന്നി. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്നിൽ തന്റെ ഭാര്യ ദേഷ്യത്തോടെ നിൽക്കുന്നത് കണ്ടു. നിങ്ങൾ വാക്ക് തന്നതല്ലേ ഇനിമേലാൽ മനുഷ്യരെ ദ്രോഹിക്കില്ല എന്ന്? പക്ഷേ അവൾ എന്റെ വാളെടുക്കാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും നിങ്ങൾക്ക് മനുഷ്യരെ ദ്രോഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്കത് വേണം. ഞാൻ തന്നെ ആ വാളെടുത്ത് കളഞ്ഞോളാം. ഞാൻ വെറും ഒരു തമാശയ്ക്ക്. രാക്ഷസന്റെ ഭാര്യ ആ വാളെടുത്ത് ദൂരെ എറിഞ്ഞു. എന്നാൽ യഥാർത്ഥ വാൾ മോളി എടുത്തിരുന്നു എന്ന കാര്യം അവർക്കറിയില്ലായിരുന്നു. രാജാവിന് വളരെ സന്തോഷമായി. അദ്ദേഹം മോളിയുടെ കുടുംബത്തെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഏർപ്പാട് ചെയ്യുകയും അവർക്ക് കൃഷി ചെയ്യാൻ ഒരു വലിയ പാടം നൽകുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും മോളിയും അവളുടെ മാതാപിതാക്കളും വിശപ്പെന്തെന്നറിഞ്ഞിട്ടില്ല. മോളി ധീരയും എപ്പോഴും ജാഗ്രതയുള്ളവളും ബുദ്ധിമതിയുമായിരുന്നു. ഒരു രാക്ഷസൻ ഭയപ്പെടുത്തിയപ്പോൾ പോലും അവൾ പേടിച്ചു പിന്മാറിയില്ല. അങ്ങനെ അവസാനം അവളുടെ ജീവിതത്തിൽ കുറേ നല്ല കാര്യങ്ങൾ സംഭവിച്ചു.